അൻവറിന്റെ തുടർ നീക്കങ്ങൾ എന്ത് എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. വിവാദങ്ങൾക്കിടെ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. UDF പ്രവേശനത്തിനായി ഒരു ദിവസം കാത്തുനിൽക്കാനും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുമാണ് നീക്കം. അൻവർ വിവാദങ്ങൾക്കിടെ UDFന്റെ നേതൃത്വം ഇന്ന് ചേരുന്നുണ്ട്. അതേസമയം CPM-ലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാണ്. മത്സരിക്കണോ എന്ന കാര്യത്തിൽ BJP-യിലും ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വിവിധ പ്രതിനിധികളൊപ്പം ചേരുന്നു. നിലമ്പൂരത്തെ തെരഞ്ഞെടുപ്പ് ചൂടിന്റെ വാർത്തകൾ കൃത്യസമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി ഷിനോ ജെസ്റ്റിയുണ്ട്. ഒപ്പം അമൽ തേനംപറമ്പിലും രാഗിനും വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അമൽ തേനംപറമ്പിലേക്ക്. അമൽ, കോൺഗ്രസ് യാതൊരു തരത്തിൽ UDF ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല അൻവറിന്റെ കാര്യത്തിൽ. ഇനി ആകെ ഒരു പ്രതീക്ഷ KC വേണുഗോപാലുമായി ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും എന്നാണ് പറയുന്നത്. വല്ലാതെ വികാരാധീനനായി ഒക്കെ ഇന്നലെ അൻവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ? ഈ അസോസിയേറ്റ് അംഗം എന്നതായി അങ്ങനെ ഒരു പദവി അല്ലാതെ അതും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമില്ല UDF. മോദി, ഈ KC വേണുഗോപാലാണ് അവസാനത്തെ ആശ്രയം എന്നുള്ളതായിരുന്നു ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞ് അവസാനിപ്പിച്ചത്. പക്ഷേ KC ഇന്നലെ കോഴിക്കോടുണ്ടായിരുന്നു. ഇവിടെ തൊട്ടടുത്തൊരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അൻവറിന് പോകാനാണെങ്കിൽ വേഗത്തിലെത്തി സംസാരിക്കാൻ പറ്റുന്ന ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അരമണിക്കൂർ ദൂരത്തിലുള്ള ഒരു സ്ഥലത്ത് KC വേണുഗോപാൽ വന്നു പോയതാണ്. പക്ഷേ KC വേണുഗോപാൽ ഇന്നലെ അൻവറുമായി സംസാരിക്കാൻ തയ്യാറായില്ല. ഇത് സംസ്ഥാന നേതൃത്വം പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്, താൻ ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് KC വേണുഗോപാൽ ഇന്നലെ പ്രഖ്യാപിച്ച് മടങ്ങിയത്. ഇനി അൻവറിന് മുന്നിലുള്ള വഴി എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3-ാം തീയതിയാണ് ഇനി UDF യോഗം ചേരാനിരിക്കുന്നത്. ആ UDF യോഗത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുന്നതുവരെ അൻവർ കാത്തിരിക്കുമോ എന്നുകൂടി കണ്ടറിയണം. ഇന്നിപ്പോൾ എന്തായാലും അൻവറിന്റെ പാർട്ടിയുടെ നേതൃയോഗം ചേരുന്നുണ്ട്. അൻവറിന്റെ പാർട്ടിയുടെ നേതൃയോഗം എന്ന് പറയുമ്പോൾ അൻവറിന്റെ പാർട്ടിയെ ചെറുതാക്കി കാണുകയല്ല. പക്ഷേ എങ്കിലും അൻവർ വിളിച്ചു കൂട്ടിയ കുറച്ച് ആളുകൾ എന്നതിനപ്പുറത്തേക്ക് അൻവറാണ് അതിലെ ഡിസിഷൻ മേക്കർ. ആ ഒരു യോഗത്തിൽ എന്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അൻവർ പറയുന്ന തീരുമാനമാകും ആ യോഗത്തിന്റെ തീരുമാനം എന്നതിൽ സംശയമില്ല. അപ്പോൾ അൻവറിന്റെ തീരുമാനം എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അൻവർ രാവിലെ വീട്ടിലുണ്ട്. അൻവറിന്റെ ഒരു പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രതികരിക്കുമോ എന്ന് സംശയമാണ്. കാരണം ഇന്നലെയൊക്കെ അൻവറിന്റെ പ്രതികരണം അതിര് കടന്ന് പോയി എന്ന് ഒപ്പമുള്ളവർക്ക് പോലും ചില സംശയങ്ങളും മറ്റും ഉണ്ടായിരുന്നു. എന്തായാലും അൻവറിന്റെ UDF പ്രവേശനം സംബന്ധിച്ച വിഷയത്തിൽ UDF നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു ഘടകകക്ഷിയായി എന്തായാലും UDF-ലേക്ക് വരാൻ അൻവറിന് കഴിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ പദം അസോസിയേറ്റഡ് ഘടകകക്ഷി എന്നുള്ള ഒരു നിലയ്ക്കൊക്കെ അൻവറിന് അങ്ങനെയാണെങ്കിൽ പോലും അൻവറിന് ഓക്കെ ആയിരുന്നു. ഇന്നലെ അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ അൻവർ അത് പറയുകയും ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ UDF-ന് കുഴപ്പമുണ്ടാകില്ല. പക്ഷേ നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കണമെന്ന ഉറച്ച നിലപാടിൽ പ്രതിപക്ഷ നേതാവ് നിൽക്കുകയാണ്. ഈ UDF-ന്റെ സ്ഥാനാർത്ഥിയെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് അവസാനിപ്പിക്കണം. പൂർണ്ണമായി താൻ UDF-ന്റെ സ്ഥാനാർത്ഥിയെ ആര്യടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് എന്ന് അൻവർ പറഞ്ഞാൽ പിന്നീട് ആലോചിക്കാമെന്നുള്ളതാണ് UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം ഒരു ആലോചന. പക്ഷേ അൻവറിനെ പൂർണ്ണമായി പിണക്കി മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാവർക്കും താല്പര്യമില്ല. കാരണം അൻവർ പൂർണ്ണമായും പിണക്കി നിർത്തുക എന്നത് പ്രത്യേകിച്ചും നിലമ്പൂരിൽ അത് എങ്ങനെ സാധ്യമാകും? അത് എത്രത്തോളം മോശമായി UDF-നെ ബാധിക്കും? ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ടൊക്കെ എങ്ങനെ ബാധിക്കും എന്നത് കോൺഗ്രസ് ചിന്തിക്കുന്നുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം നിലവിലൊരു മൃദു സമീപനത്തിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഷിനോ ജെസ്റ്റി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷിനോജ, അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു യോഗം വിളിക്കുന്നു, അതിൽ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ഒരൊറ്റ ദിവസമാണ് തീരുമാനമെടുക്കാൻ, ഈ കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറഞ്ഞതുപോലെ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ളത്. വിശദാംശങ്ങൾ എന്താണ് ഷിനോജ്? മോത്തി, മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മ തൊട്ട് എത്തിയതുമില്ല. ഏതാണ്ട് ഇതേ അവസ്ഥയിൽ തന്നെയാണ് PV അൻവർ നിലവിൽ ഇപ്പോൾ ഉള്ളത്. LDF-മായി കലഹിച്ച് CPM-മായി വെട്ടിപ്പിരിഞ്ഞ് UDF-ലേക്ക് എത്തിച്ചേരും എന്നൊരു പ്രതീക്ഷകളൊക്കെ തന്നെ അൻവർ തന്നെ പങ്കുവച്ചതാണ്. പക്ഷേ അൻവറിന് തന്നെ അറിയാം ഒറ്റയ്ക്ക് നിൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം രാഷ്ട്രീയത്തിലൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ ഏതെങ്കിലും മുന്നണിക്കൊപ്പം ചേരണമെന്ന് അൻവറിന് തന്നെ നല്ല മികച്ച ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് UDF-മായി എങ്ങനെയെങ്കിലും കൈകോർക്കാമെന്ന് അൻവർ ധാരണയിലേക്ക് എത്തിയത്. പക്ഷേ ഏറ്റവും വില്ലനായത് അൻവറിന്റെ നാക്ക് തന്നെയാണ്. കാരണം അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അൻവറിന്റെ ഭാഗത്ത് വന്നത്. പ്രത്യേകിച്ച് UDF-മായി സഹകരിക്കാൻ പോകുമ്പോൾ അത്തരത്തിൽ UDF നിർത്തിയ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇത്തരത്തിൽ പറയുക, സ്ഥാനാർത്ഥി ഒറ്റുകാരനാണെന്ന് പറയുക, CPM-മായി ചർച്ച ചെയ്ത ആളാണെന്നൊക്കെ പറയുക, അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ തന്നെ UDF നേതൃത്വത്തെയും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ ഒക്കെ തന്നെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് നിലവിൽ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇനി നിലവിൽ പന്തിപ്പോഴും അൻവറിന്റെ കോട്ട് തന്നെയാണ് ഉള്ളത്. ഒന്നുകിൽ അതൊക്കെ പറഞ്ഞതൊക്കെ തന്നെ തിരുത്തി പറയുക, സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആര്യടൻ ഷൗക്കത്തിന് വേണ്ടി പണിക്കിറങ്ങുക, അത് മാത്രമാണ് അൻവറിന് മുന്നിലുള്ള വഴി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക. പക്ഷേ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എത്രത്തോളം വോട്ട് കിട്ടുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അൻവറിനുള്ള ജനസ്വീകാര്യത എത്രത്തോളം വോട്ടായി മാറും
കാര്യങ്ങളൊക്കെ തന്നെ ഒട്ടായി മാറുമോ എന്ന കാര്യങ്ങൾക്ക് തന്നെ സംശയമുണ്ട്. 10,000 20,000 വോട്ട് പിടിച്ചാൽ പോലും അത് UDF സ്ഥാനാർത്ഥിക്കുള്ള തോൽവിയിലേക്ക് നയിക്കും. അങ്ങനെ വന്നാൽ LDF അവിടെ വിജയിക്കും. LDF സർക്കാരിനെ അനുകൂലിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുകൂലിച്ചും മുഖ്യമന്ത്രി അച്ഛന് തുല്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഒരുപാട് പ്രകടനങ്ങൾ നമ്മൾ PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് കണ്ടതാണ്. ഒരു PV അൻവർ ആർമിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആർമിയുടെ ബലമൊക്കെ വല്ലാതെ കുറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു സാധ്യത എന്നത് വളരെ മങ്ങിയ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഷിനോജ് സൂചിപ്പിച്ചതുപോലെ ഈ ഇറങ്ങുകയും ചെയ്തു, എത്തേണ്ടിടത്ത് എത്തുകയും ഉണ്ടായില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിൽ നിൽക്കുന്ന കൈവിട്ട അവസ്ഥയിലല്ലേ PV അൻവർ ഉള്ളത്. പക്ഷെ അപ്പോഴും കോൺഗ്രസിന്റെ പിണക്കാൻ കഴിയാത്തൊരു സാഹചര്യവും നിലവിലില്ലേ? തീർച്ചയായും കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത് ഇത്തരത്തിൽ ഈ കടുത്ത നിലപാടുമായി അൻവർ മുന്നോട്ട് പോകുകയാണെങ്കിൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അൻവർ മുന്നോട്ട് പോകട്ടെ. കാരണം ഈ തെരഞ്ഞെടുപ്പോട് കൂടി അങ്ങനെയാണെങ്കിൽ അൻവറിന് രാഷ്ട്രീയ ഭാവി തീരുമെന്നൊരു കാര്യം കൂടി കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ കിട്ടാവുന്ന വോട്ടുകളുടെ പരമാവധി കണക്കും കോൺഗ്രസിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അൻവറിന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ തന്നെ കൂടുതൽ മൈൻഡ് ചെയ്യാത്തത്. പ്രത്യേകിച്ച് കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയത് അൻവറിന് വലിയ രീതിയിൽ ദോഷം ചെയ്തിട്ടുണ്ട്. കാരണം പുതിയ KPCC പ്രസിഡന്റും VD സതീശനും ഉൾപ്പെടെയുള്ള ടീം എന്ന് പറയുന്നത് അൻവറിനെ ആ രീതിയിൽ മൈൻഡ് ചെയ്യേണ്ട എന്ന തീരുമാനം ഉള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് ആ തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാകുമ്പോൾ അൻവറിന്റെ UDFിലേക്കുള്ള പ്രവേശനം കൂടുതൽ കടുപ്പമാകാനാണ് നിലവിലെ സാധ്യത എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോഴും അൻവറിനെ തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. പ്രത്യേകിച്ച് അസോസിയേറ്റ് മെമ്പറാക്കാൻ താല്പര്യം UDFിനുണ്ട്. പ്രത്യേകിച്ച് അവർ പറയണം ഷാരിയടൻ ഷൗക്കത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണെന്ന് UDFിന് നിരുപാധികമായി പിന്തുണ പ്രഖ്യാപിച്ചാൽ മാത്രമായിരിക്കും അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് UDF പോവുകയുള്ളൂ. എന്തായാലും തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് PV അൻവറിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. അസോസിയേറ്റ് മെമ്പർ എങ്കിൽ അങ്ങനെ, പക്ഷെ അത് പരസ്യമായി പറയണം, ഞങ്ങളിത് അസോസിയേറ്റ് മെമ്പർ ആക്കുന്നു PV അൻവറിനെ എന്നുള്ളത് പറയണം എന്നതാണ് PV അൻവറിന്റെ ആവശ്യം.